നമസ്കാരം. കുറച്ച് നാളായി ഞാൻ ഒരാളോടെങ്കിലും ഷെയർ ചെയ്യണം എന്ന് കരുതിയൊരു കാര്യമാണ് ഞാൻ നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ അടുത്തിടെയായിട്ട് അടുപ്പിച്ച് നമ്മൾ ഇപ്പോഴും കേൾക്കുന്ന വാർത്തയാണ്. ഭർത്തൃ വീട്ടുകാരുടെയും ഭർത്താവിന്റെയും ഒക്കെ പീഡനം കാരണം മരിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അവര് മിക്കപ്പോഴും ഒറ്റയ്ക്കല്ല മരിക്കണത്. അവർ തന്റെ കുഞ്ഞുങ്ങളെ കൂടെ അവരുടെ കൂടെ ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോവുകയാണ്. നമ്മൾ വിചാരിക്കും കുഞ്ഞുങ്ങൾക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശമില്ലേ, പിന്നെ എന്തിനാണ് അവർ ഈ കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടുപോകുന്നതെന്ന്. നമ്മളൊന്നും ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. ഈ ഭൂമിയിൽ അവർക്ക് സുരക്ഷിതമായ ഒരു ലൈഫ്, ആ ലൈഫ് കൊടുക്കാൻ ഈ ഭൂമിയിൽ അവർക്ക് ഇവിടെ ആരുമില്ല എന്നുള്ളൊരു ചിന്തയായിരിക്കാം ഈ സ്ത്രീകളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികളുടെ മാനസികാവസ്ഥ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല. പലർക്കും നല്ല ജോലി, സാമ്പത്തികം എല്ലാം ഉണ്ടാവും. പക്ഷെ അവർക്ക് എന്ത് കാര്യത്തിനെയും പോസിറ്റീവായിട്ട് ചിന്തിക്കുവാനോ തന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനോ ഒക്കെയുള്ള ഒരു കഴിവ് അതങ്ങ് നഷ്ടമായി പോയിട്ടുണ്ടാവും. വിവാഹം കഴിഞ്ഞ് ഒരു പെൺകുട്ടി ചെന്ന് കയറുന്ന വീട്ടിൽ ചിലപ്പോൾ അവളായിരിക്കാം ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. പക്ഷെ അവളുടെ മേൽ വന്നു ചേരുന്ന ഉത്തരവാദിത്തങ്ങൾ അത് വളരെ വലുതായിരിക്കും. പല പല കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ഇത് നിന്റെ വീടല്ല ഞങ്ങളുടെ വീടാണ് എന്ന അവകാശവാദങ്ങളും കേൾക്കേണ്ടി വരും. എന്നാൽ സ്വന്തം വീട്ടിൽ നിന്നോ ഇനി അതാണ് നിന്റെ വീട്, അഡ്ജസ്റ്റ് ചെയ്യൂ എന്നിങ്ങനെയുള്ള ഉപദേശവും കിട്ടും. സത്യം പറഞ്ഞ കഷത്തിലിരുന്ന് പോവുകയും ചെയ്തു, ഉത്തരത്തിലിരുന്ന് കിട്ടിയില്ല എന്ന അവസ്ഥ. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷെ മിക്ക പെൺകുട്ടികളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഇങ്ങനെ സഹിച്ച് എപ്പോഴെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോഴോ ഈ ചാനൽ ചർച്ചയ്ക്കും ഒക്കെ വന്നിരുന്നിട്ട് അവരുടെ മാതാപിതാക്കള് തന്റെ മക്കള് വളരെ പാവമായിരുന്നു, മോള് പാവമായിരുന്നു, മോളെയും കുഞ്ഞു മക്കളെയൊക്കെ അവനും അവന്റെ വീട്ടുകാരും ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞു കാണിക്കും. പോരാഞ്ഞിട്ട് അവരുടെ മകൾ അയച്ചു കൊടുത്ത പീഡനങ്ങളുടെ വീഡിയോ ക്ലിപ്സും ഈ ചാനലുകാർക്ക് വേണ്ടി പങ്കുവയ്ക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇങ്ങനെ കൊല്ലാനായിട്ട് ഈ മോളെ എറിഞ്ഞിട്ട് കൊടുത്തിട്ട് ഇവർക്ക് ഇങ്ങനെ ചാനൽ ചർച്ചയെ വന്നിരുന്ന് അഭിനയിച്ച് കാണിക്കാൻ നാണമില്ലേന്ന്. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞേ. പക്ഷെ മിക്ക പെൺകുട്ടികളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഇങ്ങനെ സഹിച്ച് ഏതെങ്കിലും ഒരു നിമിഷം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോ ഈ മാതാപിതാക്കൾ വന്ന് നിന്നിട്ട് ചാനൽ ചർച്ചയിൽ വന്നിരിക്കും. എന്നിട്ട് പറയും എന്റെ മകള് പാവമായിരുന്നു, കുഞ്ഞുങ്ങളെയും അവളെയും ഭർത്താവിന്റെ വീട്ടുകാരും ഒരുപാട് ഉപദ്രവിച്ചിരുന്നു എന്നൊക്കെ. പോരാഞ്ഞിട്ട് ഈ മോള് അയച്ചു കൊടുത്ത പീഡനങ്ങളുടെ വീഡിയോ ക്ലിപ്സ് ഒക്കെ ഈ ചാനലുകാർക്ക് പങ്കുവെക്കുകയും ചെയ്യും. ഇത്രയും സ്വന്തം മകളെയും കുഞ്ഞുങ്ങളെയൊക്കെ ഈ ഇങ്ങനെ കൊല്ലാനായിട്ട് എറിഞ്ഞിട്ട് കൊടുത്തിട്ട് എന്തിനാണ് ഇങ്ങനെ ചാനൽ ചർച്ച വന്നിരുന്ന് അഭിനയിക്കുന്നതെന്ന് ഓർത്തിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അവരെ കുറിച്ച് നാണമാണ് തോന്നാറ്. വിവാഹം കഴിഞ്ഞ് നമ്മളൊരു വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവര് നമ്മളെ ചൂഷണം ചെയ്യുന്നു എന്നൊരു തിരിച്ചറിവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആരുടെ അനുവാദത്തിന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ആരും വിറ്റതല്ല. നമ്മുടെ ലൈഫ് അത് നമുക്ക് ജീവിക്കാനുള്ളത് തന്നെയാണ്. ഞാനിവിടെ സ്ത്രീകളുടെ പക്ഷത്തു നിന്ന് മാത്രമാണ് സംസാരിച്ചത്. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ മൂലം പീഡനം അനുഭവിക്കുന്ന പുരുഷന്മാർ വേണ്ടോളം ഉണ്ട്. ഞാൻ അവരെ മറന്നിട്ടില്ല. ഈ നാട്ടുകാരെയും വീട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ പേടിച്ച് കുലസ്ത്രീ ചമഞ്ഞ് തന്റെ ജീവിതം നരകിച്ച് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളും ഉണ്ട്, പുരുഷന്മാരും ഉണ്ട്. അവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മളിങ്ങനെ നരകിച്ച് ജീവിച്ച് കാണിച്ചെന്ന് വിചാരിച്ച് നമ്മുടെ വീട്ടുകാരോ നാട്ടുകാരോ ബന്ധുക്കളോ ആരും നമുക്ക് A+ന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും കൊണ്ട് തരില്ല. പക്ഷെ നമ്മളൊന്ന് തലയുയർത്തി പിടിച്ച് നിന്നാൽ നമുക്ക് ഈ ഗ്രേഡ് തരാൻ നമുക്ക് ചുറ്റും ഒരുപാട് ആളുകൾ ഉണ്ടാവും. നമ്മുടെ സന്തോഷം അത് ആരും നമുക്ക് കൊണ്ടു തരില്ല. നമ്മൾ തന്നെയാണ് സന്തോഷം കണ്ടെത്തേണ്ടത്. ഇവരെ ഒന്ന് പേടിച്ച് ഒരിക്കലും നമ്മൾ മരിക്കാൻ പോകരുത്. നെഗറ്റീവ് പകരുന്ന എല്ലാവരെയും നമ്മുടെ ലൈഫിൽ നിന്ന് അങ്ങ് ദൂരത്തേക്ക് മാറ്റി നിർത്തുക. എന്നിട്ട് നമുക്ക് പോസിറ്റീവ് തരുന്ന ചിലപ്പോൾ 2-3 ആളുകളെ ഉണ്ടാവുള്ളൂ, അവരെ നമ്മുടെ കൂടെ ചേർത്ത് നിർത്തുക. എല്ലാത്തിന്റെയും അവസാനം നമ്മളെല്ലാം മനുഷ്യരാണെന്നും മനുഷ്യരായ നമുക്ക് കുറച്ചെങ്കിലും മനുഷ്യത്വം ഉണ്ടാവണമെന്നും സ്വയം ചിന്തിക്കുക. അതിനായിട്ട് മാക്സിമം ഒന്ന് ട്രൈ ചെയ്യുക. ഇനി വരുന്ന നാളത്തെ തലമുറയെ അവരെയെങ്കിലും ആത്മഹത്യയിലേക്ക് തള്ളിവിടാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. കാരണം ഇന്നത്തെ മരുമകളാണ് നാളത്തെ അമ്മായിയമ്മ, ഇന്നത്തെ മകനാണ് നാളത്തെ ഭർത്താവ്. നന്ദി.